ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. SP ബക്ഷി സാറിൻ്റെ ഒബ്ജക്റ്റീവ് ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിനെ ആസ്പദമാക്കി നമ്മൾ വൊക്കാബുലറി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 100 ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഓൾറെഡി 30 എണ്ണം പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത 10 എണ്ണം. ഇതോടെ ആകുമ്പോൾ നമ്മൾ 40 ഇഡിയംസ് ആൻഡ് ഫ്രേസസ് പഠിച്ചു കഴിയും കേട്ടോ. സോ ഇതിൻ്റെ നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എക്സാം സ്ക്വയർ ബൈ സുധന്യ ജിജോ എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ ചെന്നാൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നോട്ട്സ് അവിടെ നിന്ന് അവൈലബിൾ ആയിരിക്കും കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ് കേട്ടോ. ഇത് 4ാമത്തെ ക്ലാസ് ആണ്. നോക്കിക്കേ, ഫസ്റ്റ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത്? ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്. ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ മീനിങ്? ആ ഒരു ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ്? റിസംബ്ലിങ് വൺസ് പാരൻസ് ഇൻ ഹാബിറ്റ്സ്. അതായത് ഇപ്പോൾ ചിലർ പറയാറില്ലേ, അപ്പോൾ അമ്മയെ പോലെ തന്നെയാണ് മോള്, അല്ലെങ്കിൽ അച്ഛനെ പോലെ തന്നെയാണ് മോള്, അത് അച്ഛൻ്റെ അതേ ക്യാരക്ടറാണ് എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പാരൻസിൻ്റെ ബിഹേവിയർ മക്കൾക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്ന് പറയാം. എക്സാമ്പിൾ നോക്കിക്കേ, മൈ ഫ്രണ്ട് ഈസ് ക്വൈറ്റ് ഹെൽപ്ഫുൾ ലൈക്ക് ഹെർ ഫാദർ. എൻ്റെ ഫ്രണ്ട് അവളുടെ അച്ഛനെ പോലെ എന്താണ്? മറ്റുള്ളവരെ സഹായിക്കുന്ന കൂട്ടത്തിലാണ്. സോ അതുകൊണ്ട് ഷീസ് എ ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? അവളെ ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്ന് പറയാം. ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? എന്താണ്? റിസംബ്ലിങ് വൺസ് പാരൻസ് ഇൻ ഹാബിറ്റ്സ്. അതായത് പാരൻസിൻ്റെ സ്വഭാവ ഗുണങ്ങൾ മക്കൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്ന് പറയാം. പഠിച്ചു കഴിഞ്ഞേ. ഓക്കെ, അടുത്തത് നോക്കിക്കേ, കട്ട് ആൻഡ് ഡ്രൈഡ്. നോക്കിക്കേ, കട്ട് ആൻഡ് ഡ്രൈഡ് എന്ന് വെച്ചാൽ എന്താണ്? കട്ട് ആൻഡ് ഡ്രൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിമെയ്ഡ് ഫോം. അതായത് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ പറയത്തില്ലേ, കുറുക്ക് വഴി എന്ന് പറയത്തില്ലേ, ഏറ്റവും എളുപ്പത്തിൽ കിട്ടുക. അതാണ് കട്ട് ആൻഡ് ഡ്രൈഡ് എന്ന് പറയുന്നത്, റെഡിമെയ്ഡ് ഫോമിൽ കിട്ടുക. ദർ ഇസ് നോ കട്ട് ആൻഡ് ഡ്രൈഡ് ഫോർമുല ഫോർ സക്സസ് ഇൻ ലൈഫ്, അല്ലേ? അപ്പോൾ സക്സസ് ലഭിക്കാൻ എന്തില്ല? കുറുക്ക് വഴികളില്ല, ഷോർട്ട് കട്ടുകളില്ല. ഓക്കെ, സോ കട്ട് ആൻഡ് ഡ്രൈഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഏറ്റവും എളുപ്പത്തിൽ ലഭ്യമാകുന്നത്. ദാറ്റ് ഈസ് കട്ട് ആൻഡ് ഡ്രൈഡ് മീൻസ് റെഡിമെയ്ഡ് ഫോം. പഠിച്ചു. അപ്പോൾ രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞ്. ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്താണ്? റിസംബ്ലിങ് വൺസ് പാരൻസ് ഇൻ ഹാബിറ്റ്സ്. അതായത് പാരൻസിൻ്റെ സ്വഭാവ സവിശേഷതകൾ മക്കൾക്ക് പകർന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്ന് പറയാം. കട്ട് ആൻഡ് ഡ്രൈഡ് എന്ന് പറയുന്നത് എന്താണ്? റെഡിമെയ്ഡ് ഫോം എന്ന് വെച്ചാൽ എന്താണ് ഏറ്റവും എളുപ്പത്തിൽ ലഭ്യമാകുന്ന അല്ലെങ്കിൽ കുറുക്ക് വഴിയിലൂടെ കിട്ടുന്നത്. അതാണ് കട്ട് ആൻഡ് ഡ്രൈഡ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കിക്കേ, കൂൾ വൺസ് ഹീൽസ്. അതായത് ടു ബി കെപ്റ്റ് വെയിറ്റിംഗ്. എന്താണ്? ക്ഷമയോടുകൂടെ കാത്തിരിക്കുക. അതാണ് കൂൾ വൺസ് ഹീൽസ് എന്ന് പറയുന്നത്. He had to cool his heels before he could meet the president of the party. അതായത് ടു ബി കെപ്റ്റ് വെയിറ്റ് ചെയ്യുക. അതായത് പാർട്ടിയിലെ പ്രസിഡന്റിനെ കാണുന്നതിന് മുന്നേ അയാൾക്ക് കുറച്ച് സമയം വിശ്രമിക്കുക എന്നുള്ളതല്ല, കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും, കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് കേട്ടോ. സോ കൂൾ വൺസ് ഹീൽസ് മനസ്സിലായോ? ടു ബി കെപ്റ്റ് വെയിറ്റിംഗ്. അടുത്ത് നോക്കിക്കേ, ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി എന്ന് വെച്ചാൽ എന്താ? റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. അതായത് ഒരേ സമയം റിവാർഡ് കൊടുക്കുന്നു, മറു സൈഡിൽ എന്ത് ചെയ്യുന്നു? പണിഷ്മെന്റും കൊടുക്കുകയാണ്. ക്യാരറ്റ് കൊടുക്കുന്നു, ദെൻ സ്റ്റിക്ക്. ക്യാരറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ക്യാരറ്റ് ഭക്ഷണ സാധനമാണ് അല്ലേ ക്യാരറ്റ്, നമുക്ക് അറിയാവുന്നതാണ്. സ്റ്റിക്ക് പോളിസി, ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. അതായത് റിവാർഡും കൊടുക്കുന്നുണ്ട്, മീൻസ് നമുക്കൊരു ഉപഹാരവും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പണിഷ്മെന്റും കൊടുക്കുന്നുണ്ട്. എക്സാമ്പിൾ നോക്കിക്കേ, എ സക്സസ്ഫുൾ ബിസിനസ് മാൻ ഫോളോസ് ദ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് മാൻ എന്താണ് ഫോളോ ചെയ്യുന്നത്? ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ആരുടെ അടുത്ത്? ടുവേർഡ്സ് ഹിസ് എംപ്ലോയീസ്. അദ്ദേഹത്തിൻ്റെ
എംപ്ലോയീസിൻ്റെ അടുത്ത്. ഓക്കെ, അതായത് സ്ട്രിക്റ്റ് ആവേണ്ട സ്ട്രിക്റ്റ് ആവുകയും ചെയ്യും, റിവാർഡ് കൊടുക്കേണ്ട അടുത്ത് എന്താകും, റിവാർഡ് കൊടുക്കുകയും ചെയ്യും. അതാണ് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി. നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് വൺ എന്താണ്, കം ഇൻ ഹാൻഡി. കം ഇൻ ഹാൻഡി എന്ന് വെച്ചാൽ എന്താ, ടു ബി യൂസ്ഫുൾ, ഉപയോഗപ്രദം എന്നുള്ളതാണേ. ഉപയോഗപ്രദം. ഓക്കെ, യൂസ്ഫുൾ ആകുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് കം ഇൻ ഹാൻഡി. എക്സാമ്പിൾ നോക്കിക്കേ, ടേക്ക് സം വുളൻ ക്ലോത്ത്സ്. കുറച്ച് വുളൻ ക്ലോത്ത്സ് എടുത്തേക്കുക. ദേ മേ കം ഇൻ ഹാൻഡി ഇൻ സിംല. ദേ മേ കം ഇൻ ഹാൻഡി, ടു ബി യൂസ്ഫുൾ. അതായത് എന്താണ്, കുറച്ച് വുളൻ ക്ലോത്ത്സ് എടുത്തേക്കുക, അത് നമുക്ക് എന്താകാം, സിംലയിൽ ചെല്ലുമ്പോൾ നമുക്കത് എന്താകും, ഉപയോഗപ്രദമായിരിക്കും. നമുക്ക് അറിയാമല്ലോ അല്ലേ, സിംലയിൽ നല്ല തണുപ്പാണ്, അപ്പോൾ വുളൻ ക്ലോത്ത്സിൻ്റെ ആവശ്യം ഉണ്ട്. ഓക്കെ, അപ്പോൾ കം ഇൻ ഹാൻഡി മീൻസ് ടു ബി യൂസ്ഫുൾ, ഉപയോഗപ്രദം എന്നാണ്. അടുത്ത് നോക്കിക്കേ, കോക്ക് ഷുവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വെരി ഷുവർ ആൻഡ് സർട്ടൻ, ഉറപ്പായിട്ടും എന്നുള്ളതാണ് കേട്ടോ. അതാണ് കോക്ക് ഷുവർ എന്ന് പറയുന്നത്. ഹി വാസ് കോക്ക് ഷുവർ ഓഫ് ഹിസ് സക്സസ്. അവൻ്റെ സക്സസിന് അവന് സക്സസ് കിട്ടും എന്നുള്ളതിൽ അവന് ഉറപ്പുണ്ടായിരുന്നു. ദാറ്റ് ഹി അപ്ലൈഡ് ഫോർ ദ ജോബ് ബിഫോർ ദ ഡിക്ലറേഷൻ ഓഫ് ദ റിസൾട്ട്. അതായത് ഒരാൾ എന്ത് ചെയ്തു, ജോബിന് അപ്ലൈ ചെയ്തു. ഇപ്പം റിസൾട്ട് ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല, പക്ഷേ അയാൾക്ക് എന്താണ്, അയാൾക്ക് കോക്ക് ഷുവർ ആയിരുന്നു. എന്ത്, ഉറപ്പായിട്ട് അയാൾക്ക് ജോബ് കിട്ടും. ഓക്കെ, അയാൾ ഉറപ്പായിട്ട് സക്സസ് ആകും എന്നത് അയാൾക്ക് ഉറപ്പായിരുന്നു. ദാറ്റ് ഈസ് കോക്ക് ഷുവർ. കോക്ക് ഷുവർ മീൻസ് എന്താണ് വെരി ഷുവർ ആൻഡ് സർട്ടൺ. അടുത്ത ദിവസം നോക്കിക്കേ, ഡച്ച് കറേജ്. ഇത് ഒരുപാട് എക്സാംസിന് വന്ന് കണ്ടിട്ടുള്ള ഒരു ഇടിയാണ് കേട്ടോ, ഡച്ച് കറേജ്. അപ്പോൾ ബ്രേവറി ആൻഡ് ആൽക്കഹോളിക് ഇൻഫ്ലുവൻസ് അറിയാമല്ലോ, രണ്ടെണ്ണം അടിച്ചു കഴിയുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു ധൈര്യം എന്നൊക്കെ ആൾക്കാർ പറയാറില്ലേ, സെയിം സംഭവം തന്നെയാണ് പിള്ളേരെ. ഡച്ച് കറേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ആൽക്കഹോളിക് ഇൻഫ്ലുവൻസ് കാരണം ഉണ്ടാവുന്ന ഒരു തരം ധൈര്യം, ബ്രേവറി. ഓക്കെ, നോക്കിക്കേ, ഡ്രങ്കാർഡ്സ് ഓഫൺ ഇൻഡൾജ് ഇൻ ഡച്ച് കറേജ് ആൻഡ് ബോസ്റ്റ് ഓഫ് ദെയർ ഇമാജിനറി ക്വാളിറ്റീസ്. അതായത് ഡ്രങ്കാർഡ്സ് എന്താ, മദ്യപിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴാ, മദ്യപിച്ച് കഴിയുമ്പോൾ ഒരു ഡച്ച് കറേജ് വരും അല്ലേ, ഒരു ബ്രേവറി വരും, മീൻസ് ഒരു ധൈര്യം വരും. അന്നേരം അവരെന്താ ചെയ്യുന്നത്, അവർക്ക് തോന്നുന്നതൊക്കെ അവർ വിളിച്ച് പറയാം അല്ലേ. ആൻഡ് ബോസ്റ്റ് ഓഫ് ദെയർ ഇമാജിനറി ക്വാളിറ്റീസ്, അവർക്കുള്ള ക്വാളിറ്റീസ്, അവർക്ക് എന്തൊക്കെയോ ക്വാളിറ്റീസ് ഉണ്ടെന്ന് അവർ കരുതുന്നത് അവരെന്ത് ചെയ്യും, വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ബോസ്റ്റ് ചെയ്യാൻ മീൻസ് പൊങ്ങച്ചം പറയുക. ഓക്കെ, അടുത്ത് നോക്കിക്കേ, ഡൈ ഹാർഡ് എന്ന് പറയുമ്പോൾ എന്താ, പെർസിസ്റ്റന്റ് ഇൻ സ്ട്രഗിൾ. പെർസിസ്റ്റൻസ് അറിയാമല്ലോ നിങ്ങൾക്ക്, സ്ഥിര ഉത്സാഹത്തോടു കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പണിയെടുക്കുക. അതാണ് ഡൈ ഹാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹീ ഈസ് എ ഡൈ ഹാർഡ് പേഴ്സൺ ആൻഡ് വിൽ നോട്ട് ഈസിലി സറണ്ടർ. അയാളൊരു ഡൈ ഹാർഡ് പേഴ്സൺ ആണ്, അയാൾ വേഗം എന്താവത്തില്ല, പരാജയം സമ്മതിക്കത്തില്ല, സറണ്ടർ ആവത്തില്ല എന്നാണ്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, ഡൗൺ ഇൻ ദ മൗത്ത് ഔട്ട് ഓഫ് എലമെന്റ്സ് എന്ന് വെച്ചാൽ, ഔട്ട് ഓഫ് എലമെന്റ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ അൺഹാപ്പി എന്ന് പറയാം കേട്ടോ. അൺഹാപ്പി, അതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്നത്, അൺഹാപ്പി എന്ന് പറയാം. നവഡേയ്സ് ഹി ഈസ് ഡൗൺ ഇൻ ദ മൗത്ത് ബിക്കോസ് he has suffered ഹെവി ലോസ് ഇൻ ബിസിനസ്. അയാൾക്ക് ഈ ഇടയായിട്ട് അയാൾ വളരെയധികം ഡിപ്രഷനിലാണ്, അല്ലെങ്കിൽ വളരെയധികം അൺസാറ്റിസ്ഫൈഡ്, മീൻസ് എന്താണ്, അൺഹാപ്പിയാണ്. എന്താ കാര്യം, ബിക്കോസ് ഹി ഹാസ് സഫേർഡ് ഹെവി ലോസ് ഇൻ ബിസിനസ്സിൽ അയാൾക്ക് വളരെ വലിയൊരു നഷ്ടം സംഭവിച്ചു. അതുകൊണ്ട് അയാൾ ഈ ഇടയായിട്ട് എന്താണ്, വളരെ അൺഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. Nowadays he is down in the mouth. That means he is very unhappy. He is in depression. എന്നാണ് എൻ്റെ മീനിങ്. ഓക്കെ, അടുത്ത് നോക്കിയേ, ഡോഗ് ഇൻ ദ മാനേജർ. ഇത് പഠിച്ചു വെച്ചോ കേട്ടോ, വരും. ഡോഗ് ഇൻ ദ മാനേജർ എന്ന് വെച്ചാൽ എന്താ, എ പേഴ്സൺ ഹു പ്രിവെൻറ്റ്സ് others from enjoying what he himself cannot. അതായത് ഒരു കൂട്ടത്തിൽ ഒരു കൂട്ടത്തിൽ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റൊരു കൂട്ടത്തിൽ എന്താണ്, ഓഡ് വൺ എന്ന് നമ്മൾ പറയത്തില്ലേ, ഒരാൾക്ക്
കൂട്ടത്തിലുള്ള എല്ലാവരും വളരെ സ്ഥിരോത്സാഹത്തോടുള്ള ആളാണെങ്കിൽ അല്ല ഓഡ് വൺ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അയാൾ സ്വയം സന്തോഷിക്കത്തുമില്ല, എന്നാൽ ഇവരൊട്ട് സന്തോഷിക്കുന്നത് ഇഷ്ടപ്പെടത്തുമില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് ഡോഗ് ഇൻ ദ മാനേജർ എന്ന് പറയുന്നത്. എ പേഴ്സൺ ഹു പ്രിവെൻറ്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ് വാട്ട് ഹി ഹിംസെൽഫ് കനോട്ട്. അതായത് അവന് കഴിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പാടില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ ചെയ്യാൻ അനുവദിക്കാത്ത വ്യക്തികളുണ്ടല്ലോ, അവരെയാണ് ഡോഗ് ഇൻ ദ മാനേജർ എന്ന് പറയുന്നത്. മൈ മാനേജർ ഓൾവേസ് ബിഹേവ് ലൈക്ക് എ ഡോഗ് ഇൻ ദ മാനേജർ. എൻ്റെ മാനേജർ എപ്പോഴും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലൈക്ക് എ ഡോഗ് ഇൻ ദ മാനേജർ. ഡോഗ് ഇൻ ദ മാനേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ? ഹു പ്രിവെൻറ്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ്. അതായത് മറ്റുള്ളവരെ എൻജോയ് ചെയ്യാനോട്ട് സമ്മതിക്കത്തില്ല. എന്നാൽ അയാൾ സ്വയം എൻജോയ് ചെയ്യോ എന്ന കൂട്ടത്തിലാണോ? അല്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് ഡോഗ് ഇൻ ദ മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ 10 കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസം 10 വെച്ച് പഠിച്ചു വെക്കുക. ഇതിപ്പോൾ SSC ആണെങ്കിലും റെയിൽവേ എക്സാം ആണെങ്കിലും നമ്മുടെ കേരള PSC എക്സാം ആണെങ്കിലും ഏതൊരു എക്സാമിനും ഉപകാരപ്പെടും കേട്ടോ. ഒരു മാർക്ക് എന്തായാലും ഇതിനകത്തുനിന്ന് കിട്ടും. നമ്മൾ ഈ പഠിക്കുന്ന പോർഷൻസിനകത്തു നിന്നുള്ള പല ഇഡിയംസും റിപ്പീറ്റഡ് ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിലും അതുപോലെ സ്റ്റേറ്റ് PSCയിലും ഒക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് നോക്കി വരാം. ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്താണ്? പാരൻസിൻ്റെ ബിഹേവിയർ മക്കൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആ മക്കളെ നമുക്ക് എന്തെന്ന് പറയാം? ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്ന് പറയാം. കട്ട് ആൻഡ് റൈറ്റ് മീൻസ് റെഡിമെയ്ഡ് ഫോമിൽ കിട്ടുന്നത്, വളരെ പെട്ടെന്ന് കിട്ടാവുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് കുറുക്ക് വഴിയിലൂടെ വരുന്നത്, അതാണ് കട്ട് ആൻഡ് റൈഡ് എന്ന് പറയുന്നത്. അടുത്ത് കൂൾ വൺസ് ഹീൽസ് മീൻസ് എന്താണ്? വെയിറ്റ് ചെയ്യുക. അടുത്ത ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം സ്ട്രിക്റ്റ് ആവേണ്ടടുത്ത് സ്ട്രിക്റ്റ് ആവുകയും ചെയ്യും, എന്നാൽ മറുഭാഗത്ത് എവിടെയാണ് പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടത് പണിഷ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യും. ദാറ്റ് ഈസ് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി. കം ഇൻ ഹാൻഡി മീൻസ് ടു ബി യൂസ്ഫുൾ, ഉപയോഗപ്രദമായത്. കോക്ക് ഷുവർ മീൻസ് വെരി ഷുവർ, ഉറപ്പായിട്ട് നടക്കും എന്നുള്ളത്. ദാറ്റ് ഈസ് കോൾഡ് കോക്ക് ഷുവർ. അത് ഡച്ച് കറേജ് മീൻസ് എന്താണ്? മദ്യപിക്കുമ്പോൾ കിട്ടുന്ന ഒരു കറേജ്. ഓക്കെ, ദാറ്റ് ഈസ് ഡച്ച് കറേജ്. ഡൈ ഹാർഡ് മീൻസ് വാട്ട്? എന്താണ്? വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന, വളരെ പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന, വളരെ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഡൈ ഹാർഡ് എന്ന് പറയുന്നത്. വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന പേഴ്സൺ, പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്യാത്ത ആൾക്കാരാണ് ഡൈ ഹാർഡ് എന്ന് പറയുന്നത്. ഡൗൺ ഇൻ ദ മൗത്ത് മീൻസ് വാട്ട്? അൺഹാപ്പി, സന്തോഷമില്ലാതിരിക്കുന്ന അവസ്ഥ. ദാറ്റ് ഈസ് ഡൗൺ ഇൻ ദ മൗത്ത്. ഡോഗ് ഇൻ ദ മാനേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എ പേഴ്സൺ ഹു പ്രിവെൻറ്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ് വാട്ട് ഹി ഹിംസെൽഫ് കനോട്ട്. അതായത് എന്താണ്? ഒരാൾ സ്വയം സന്തോഷിക്കത്തേയല്ല, മറ്റുള്ളവരെ സന്തോഷിക്കാൻ അനുവദിക്കുകയുമില്ല. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഡോഗ് ഇൻ ദ മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ PDF നോട്ട്സ് എവിടെയാണുള്ളത്? നമ്മുടെ ടെലിഗ്രാം ചാനലാണ് കേട്ടോ. എവിടെയാ? എക്സാം സ്ക്വയർ ബൈ സുധന്യ ജിജോ എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ നമ്മുടെ PDF നോട്ട്സ് അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.